അസിത സഹീർ, ഈ നൂർബിനയുടെ രാജിയെ അസിത എങ്ങനെയാണ് കാണുന്നത്? ലീഗിൽ ഇതൊരു വലിയ പ്രശ്നമായി വരാൻ സാധ്യതയുണ്ടോ? എസ്കൻ, ഇതിലിപ്പോൾ ഞാനിതിനെ കാണുന്നത് നൂർബിന സീറ്റ് കിട്ടാത്തത് കൊണ്ട് പ്രതിഷേധിച്ച് രാജിവെച്ചു എന്നുള്ള നിലയിലല്ല. സ്ത്രീപക്ഷം എന്ന പൊള്ളയായ മുസ്ലിം ലീഗിന്റെ നിലപാടിനെ കൂടി തുറന്നു കാട്ടുന്നുണ്ട് നൂർബിന റഷീദ് എന്നുള്ളതാണ് അവരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. ഇവിടെ ഇപ്പോൾ തങ്ങൾ കുടുംബത്തെ വിമർശിച്ചു എന്നുള്ളതൊന്നും അല്ലല്ലോ കാതലായ പ്രശ്നം. ഫാത്തിമ തെഹ്ലിക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ തങ്ങൾ കുടുംബത്തെ വിമർശിച്ചു എന്നത് കാതലായ പ്രശ്നമേ അല്ല. മറിച്ച് എസ്കൻ, കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഉയർന്നു കേട്ട സമാനതകളില്ലാത്ത പരാതികളൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. അപ്പോൾ അതിൽ ആരോപണം ഉന്നയിച്ചവരും ആരോപണ വിധേയരും ഇന്ന് എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. MSF സംസ്ഥാന പ്രസിഡന്റിനെതിരെ ലൈംഗിക പരാതികൾ ഉൾപ്പെടെ അന്നത്തെ ഈ ഹരിത നേതാക്കൾ ഉന്നയിക്കുന്നു. അവർ വലിയ പ്രതിഷേധം ഉയർത്തുന്നു, വാർത്താ സമ്മേളനം നടത്തുന്നു. പക്ഷെ പിന്നീട് ആ ഹരിത നേതാക്കളുടെ ശബ്ദം നേർത്തില്ലാതാകുന്നതാണ് നമ്മൾ കാണുന്നത്. അതെങ്ങനെയാണ് സംഭവിച്ചത്? അത് ഈ ആരോപണം ഉയർന്നതിന് പിന്നാലെ അവർ കേസിലേക്ക് തന്നെ പോകുന്നു എന്നുള്ള ഘട്ടത്തിലാണ് ലീഗ് നേതാക്കളൊക്കെ ഇടപെട്ട് ആ പരാതി ഒതുക്കി തീർക്കുന്നത് എന്നുള്ളത് പോയ കാല ചരിത്രമായി നമുക്ക് മുന്നിലുണ്ട്. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആ പരാതി ഒതുക്കി തീർക്കുന്നതിന് പിന്നാലെ പിന്നീട് പ്രധാനപ്പെട്ട വേദികളിലൊക്കെ ഇവർക്ക് വലിയ വിസിബിലിറ്റി ഉണ്ടാകുന്നുണ്ട് ഹരിത നേതാക്കൾക്ക്. അതിന് പിന്നാലെയാണ് ഈ സീറ്റ് നൽകുന്നതിലേക്ക് വരികയും ചെയ്യുന്നത്. അപ്പോൾ നൂർബിന ഉന്നയിക്കുന്ന പ്രശ്നത്തിലെ കാതൽ, മെറിറ്റ് അവിടെയാണ് എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. ഈ പരാതിയിൽ നിന്നും അവർ പിന്നോട്ട് പോയതിനെ കുറിച്ച് വരെ നൂർബിന വിമർശനം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കൊടുത്തത് ഏത് സീറ്റാണെന്നുള്ളത് മറ്റൊരു പ്രശ്നം, അതവിടെ നിൽക്കട്ടെ. എസ്കെൻ, ഇവിടെ ഇപ്പോൾ മുസ്ലിം ലീഗ് അന്നവർ ആ ഹരിത നേതാക്കളെ പരാതി ഉന്നയിച്ച സാഹചര്യത്തിൽ ഇരകളെ ചേർത്ത് നിർത്തി എന്നുള്ളത് നമുക്ക് തോന്നുന്ന ഒരു നെറേറ്റീവ് മാത്രമാണ്. ആ ഇരകളെ മുസ്ലിം ലീഗ് നേതാക്കൾ ചേർത്ത് നിർത്തുമ്പോൾ നമ്മളത് സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെങ്കിൽ അതൊരു ആലിംഗനമല്ല, അതിനപ്പുറത്തേക്ക് അവരുടെ വായ പൊത്തിപ്പിടിക്കലായിരുന്നു എന്നുള്ളത് കൃത്യമായി നമുക്ക് മനസ്സിലാകും. അതേസമയം ആരോപണ വിധേയരെ ഏത് നിലയിൽ സംരക്ഷിച്ചു എന്നതുകൂടിയുണ്ട്. ഇന്ന് ആരോപണ വിധേയർക്ക് വേണ്ടി അവർ തെരഞ്ഞെടുപ്പിൽ അടക്കം സജീവമായി നിൽക്കേണ്ട സാഹചര്യം കൂടി ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് നൂർബിന റഷീദ് ഉന്നയിച്ച ഇത്രമാത്രം പ്രതിഷേധിക്കേണ്ടത് ഈ സീറ്റ് കിട്ടാത്ത അല്ലെങ്കിൽ പിന്നെ എന്തിനാണ്? ഞാൻ അതാണ് പറഞ്ഞത്. നൂർബിന റഷീദ് വിമർശനം ഉന്നയിക്കുന്നതിന്റെ പശ്ചാത്തലത്തെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് വേണം നമ്മൾ ഇതിനെ കാണാൻ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്, തങ്ങൾ കുടുംബത്തിനെതിരെ തങ്ങൾമാർക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നു എന്നുള്ളതല്ല അതിലെ കാതലായ പ്രശ്നം. അതെ അതെ. അപ്പോൾ പാണക്കാട് കുടുംബത്തെ കുറിച്ച് വിമർശിക്കുന്ന ആൾക്കാർ ലീഗിൽ ഉണ്ടാകില്ല സാധാരണ. അപ്പോൾ അവിടെ അത് എന്നിട്ടും ഇവരെന്തുകൊണ്ട് എന്നുള്ളത് അത് അവരുടെ പാർട്ടിക്കകത്തെ പ്രശ്നമാണ്. പക്ഷെ പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അതല്ല പ്രശ്നം. മറിച്ച് ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളാണ് പ്രശ്നം. മറ്റൊരു കാര്യം കൂടിയുണ്ട്. നൂർബിന റഷീദിനെ പോലൊരു സ്ത്രീ പരസ്യമായി വന്ന് മുസ്ലിം ലീഗിലെ ആണധികാരത്തെ ചോദ്യം ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു വിപ്ലവകരമായ മാറ്റം കൂടി ഇതിന്റെ പിന്നിലുണ്ട് എന്നത് വേണം നമ്മൾ കാണാൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.